സന്ദീപ് വാര്യർ ഏതുവരെ പോകുമെന്ന് നോക്കാം. സന്ദീപ് വാര്യർ ചീള് കേസാണ്. സന്ദീപ് വാര്യർ ഒന്നുമല്ലാത്തവനാണ്. ഒരു സന്ദീപ് പോയാൽ 100 സന്ദീപ് വരും. ഇതൊക്കെയാണല്ലോ പറഞ്ഞിരുന്നത്. എനിക്ക് പാലക്കാട്ടെ ആ ജനങ്ങളിൽ എനിക്ക് വിശ്വാസമുണ്ട്. അവർ തന്ന സ്നേഹത്തിന് ഒരുപാട് നന്ദിയുണ്ട്. ഇവിടെ ബഹുമാനായിട്ട് KPCC പ്രസിഡന്റ്, ബഹുമാനായിട്ട് പ്രതിപക്ഷ നേതാവ്, പ്രിയപ്പെട്ട ഷാഫി പറമ്പിൽ, പ്രിയപ്പെട്ട ശ്രീകണ്ഠേട്ടൻ, പ്രിയപ്പെട്ട തങ്കപ്പേട്ടൻ, ഇവരുടെ എല്ലാവരുടെയും നടത്തിയിട്ടുള്ള ഉജ്ജ്വലമായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനമുണ്ട്. ഒരു കാര്യം നിസ്സംശയം പറയാം, പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ BJPയുടെ അടിവേര് UDF മാന്തിയിരിക്കും. സന്ദീപ് വാര്യർ പാർട്ടി വിട്ട് പോയി കഴിഞ്ഞപ്പോൾ BJPക്കാർ പറഞ്ഞു സന്ദീപ് വാര്യർ പോയാൽ ഞങ്ങൾക്ക് പുല്ലാണ്. സന്ദീപ് വാര്യർ പോയി കഴിഞ്ഞപ്പം അവർ പറഞ്ഞത് ഞങ്ങളുടെ വിജയസാധ്യത കൂടിയിരിക്കുകയാണ്. പിന്നെ K. സുരേന്ദ്രൻ ഇൻഡയറക്റ്റായിട്ട് പറഞ്ഞ സന്ദീപ് വാര്യർ ഒരു ശിഖണ്ഡി എന്നാണ്. പിന്നെ അദ്ദേഹത്തിനെതിരെ ട്രോളുകൾ പഠിച്ചുവിട്ടതോ അതൊരു രക്ഷയില്ലായിരുന്നു. അദ്ദേഹത്തിന് മാനസികമായിട്ട് തളർത്താൻ നോക്കി. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ എന്തുണ്ടായി? ആരാ നാണം കെട്ടത്? BJPക്കാരിയാണ് നാണം കെട്ടത്. അദ്ദേഹം നല്ലൊരു BJP നേതാവായിരുന്നു. പക്ഷേ പാർട്ടി ഒരു നല്ല പരിഗണന അദ്ദേഹത്തിന് കൊടുത്തില്ല. പാർട്ടി അദ്ദേഹത്തിന് മനസ്സിലാക്കി ഒരു നല്ല പരിഗണന കൊടുത്തിരുന്നെങ്കിൽ അദ്ദേഹം ഇന്നും ആ പാർട്ടി തന്നെ നിന്നേനെ.